ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഉണക്കമാങ്ങ അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പ്രിപ്പറേഷൻസ് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മാങ്ങ കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണക്കാൻ ഇടാണ് കേട്ടോ. അപ്പോൾ ഒരു തുണി വിരിച്ചിട്ടുണ്ട് കേട്ടോ, അതിലോട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഉണക്കാനിടാം. അപ്പോൾ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇനിയും കുറച്ച് ദിവസം കൂടിയും വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ 5 ദിവസം ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം. എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു ഉരുളിച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. എന്നിട്ട് കാന്താരി മുളകും അതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മളുടെ ഉണക്കമാങ്ങ ഇടുക കേട്ടോ. എന്നിട്ട് നമ്മളുടെ മസാലപ്പൊടികളും അതേപോലെ തന്നെ അത് പിക്കിൾ പൗഡറാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് സുർക്ക ഒഴിക്കുക. സുർക്ക ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് ശർക്കരപ്പാനിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ്. പിന്നെ കുറച്ചുകൂടെ അച്ചാർ പൊടിയും അതേപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അച്ചാർ റെഡിയാണ്. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ. Hope you enjoy this video. Thank you so much for watching.